എന്തായാലേ ഇത്രയും വലിയ സർജറി ചെയ്ത് ഇനിയിപ്പോൾ ജീവിതത്തിലേക്ക് ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് ഇപ്പോൾ പണിയൊക്കെ എടുക്കാൻ പറ്റുമോ, മക്കളെ ഇനി നോക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഡൗൺ ആയിപ്പോയി. ആ സമയത്ത് ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഞാൻ പുതിയൊരു കോഴ്സ് അങ്ങോട്ട് പഠിച്ചു. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഇനോൺ എന്ന് പറഞ്ഞൊരു കമ്പനി എൻ്റെ കീഴിൽ ആയിരുന്നു. അതായത് മോട്ടിവേഷൻ സ്പീക്കർ ആവുക, ട്രെയിനർ ആവുക, അങ്ങനെയുള്ള ഒരു കോഴ്സായിരുന്നു. ഒരു ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നൊരു കോഴ്സായിരുന്നു. ആ 2 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പാടെ മറന്നു, ജീവിതത്തിനെ പോസിറ്റീവായി കാണാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി കൂടെ പഠിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളെപ്പോലെ മനസ്സ് തളരുന്ന ആളുകൾക്ക് താങ്ങാവണം, തണലാവണം, അവരെ കൂടെ ചേർന്ന് നിൽക്കണം, അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. അപ്പോൾ എൻ്റെ അനുഭവങ്ങളും ഞാൻ വന്ന വഴികളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ ലൈവ് വരാൻ പറ്റാറില്ല. എന്നെ ലൈവിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ 2 ചാനൽ തുടങ്ങി, ഒരേ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. മോനാണ് തുടങ്ങിയതെന്ന് എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിഞ്ഞൂടാ. അപ്പോൾ അതിൽ ഏകദേശം 59 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ഷോർട്സ് 2 ഷോർട്സ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ലൈവ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ മെസ്സേജ് വരുന്നത് എന്താ വെച്ചാൽ കൂടുതൽ ഷോർട്സ് ഇട്ടിട്ട് കുറച്ച് റീച്ച് ആവണം, എന്നാൽ മാത്രമേ ലൈവ് നമുക്ക് പെർമിഷൻ കിട്ടുള്ളൂ ചെയ്യാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലൈവ് ചെയ്യാൻ പറ്റാറില്ല. ലൈവിന് വേണ്ടി കാത്തിരിക്കുന്ന പേഴ്സണലി കുറേ ആളുകൾ കോൺടാക്ട് ചെയ്ത് എന്താ ലൈവ് വരാത്ത, എന്തെങ്കിലും അസുഖമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വളരെ സന്തോഷം. നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിന്, നമ്മളോട് സ്നേഹം നിലനിർത്തുന്നതിന് മാഷാ അല്ലാഹ് ഒരിക്കലും കാണാത്ത ആളുകളും നമ്മൾ വീഡിയോയിലോ ലൈവിലോ മാത്രം കണ്ടിട്ട് സ്നേഹിക്കുന്ന കുറേ ആളുകൾ, അൽഹംദുലില്ലാഹ് എല്ലാവരോടും വളരെ സ്നേഹമുണ്ട്, വ്യക്തിപരമായിട്ട് ചോദിച്ചതിനൊക്കെ. അപ്പോൾ അന്ന് ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഒരാൾ ചോദിച്ചിരുന്നു യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യൂട്രസ് റിമൂവ് ചെയ്തതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇനി യൂട്രസ് റിമൂവ് ചെയ്തതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻഡോമെട്രിയോസിസ് ആണ് ഉണ്ടായിരുന്നത്. പലർക്കും പല കാരണങ്ങളാണ്, PCODയോ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാൻസറോ അങ്ങനെയൊക്കെ കാരണം വന്നിട്ടാണ് നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യുക. യൂട്രസ് ഒരു ഡോക്ടർ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അതൊക്കെ ചെയ്യുക. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഡോക്ടർമാർ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് യൂട്രസ് റിമൂവ് ചെയ്യുക, ശസ്ത്രക്രിയക്ക് നിർബന്ധിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മളോടൊരു സർജറി, ഏത് സർജറി ആയിക്കോട്ടെ, ഏതൊരു സർജറി ഒരു ഡോക്ടർ പറയുന്ന സമയത്തും ഒരൊറ്റ ഡോക്ടറുടെ ഒപ്പീനിയനിൽ നമ്മൾ ആ തീരുമാനം എടുക്കരുത്. നമ്മളെ ജീവൻ അപകടത്തിലാവും. അപ്പോൾ നമുക്ക് ആ സർജറി കൂടാതെ പറ്റൂല എന്നുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാം. നമുക്ക് പെട്ടെന്നൊരു ആക്സിഡൻറ്റ് പറ്റുക, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ പെട്ടെന്ന് വന്ന് നമുക്ക് ഒരു സർജറി എമർജൻസി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വേറെ ഡോക്ടറുടെ കൺസൾട്ടേഷനൊക്കെ പോകാനുള്ള സമയം നമുക്ക് അവിടെ ഇല്ല. ആ സമയത്ത് നമ്മൾ ഡോക്ടർമാരാണ് ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ആ എത്തിക്സ് അനുസരിച്ച് അവരെന്ത് ചെയ്യും, സർജറിയാണ് അപ്പോൾ ചെയ്യുക. പക്ഷെ അല്ലാതെ നമുക്ക് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സർജറി ആണെങ്കിൽ നമ്മൾ 1-2 ഡോക്ടർമാരോട് അഭിപ്രായം ചോദിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. എനിക്കിതേപോലെ ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ ആ ബാക്ക് പെയിൻ റിലേറ്റഡ് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് ഒരു 2 വർഷം, ഇപ്പം ഏകദേശം 3 വർഷമൊക്കെ ആയിട്ട് പീരീഡ് വരുന്ന സമയത്ത്, അതായത് എനിക്ക് കുട്ടിയായിരിക്കണ സമയത്ത് ആദ്യത്തെ എനിക്ക് 13 വയസ്സിലാണ് ആദ്യമായിട്ട് പീരീഡ് ആവണത്. ആ സമയത്ത് തന്നെ അത് 15 ദിവസം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഏകദേശം ഒരു 18-20 വയസ്സാവണത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് 13 ദിവസം 14 ദിവസമൊക്കെ ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. ഒരു 5-6 ദിവസം ഹെവി ബ്ലീഡിങ് ഉണ്ടാവുമായിരുന്നു. അന്നത് ഭയങ്കര ബേർഡനായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അന്ന് ഇന്നത്തെ പോലെ പാഡോ, സ്കൂളുകളിലായാലും പാഡ് റിമൂവ് ചെയ്യാനോ മാറ്റാനോ ഒന്നുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. നമ്മളൊക്കെ സ്ത്രീകൾ പൊതുവെ കോട്ടൺ തുണിയാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, 2 കാൽത്തൊടകളും പൊട്ടിക്കീറും. അത് സ്ത്രീകൾക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ വൈകുന്നേരം വരെ സ്കൂളിൽ കോളേജിലൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മാനസിക വ്യഥ അനുഭവിക്കുന്നത് സ്കൂള് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പീരീഡ് ആവുന്ന സമയത്താണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മലപ്പുറം ഗവൺമെൻറ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. ഒരു ദിവസം ഞങ്ങൾ 3 കൂട്ടുകാരികളാണ് അവിടുന്ന് സൂപ്പർസോണിക്കിൽ കയറുക, ഒരു ബസ് കയറുക. ആ ബസ് കയറി തിരിച്ചിങ്ങോട്ട് മലപ്പുറത്ത് നിന്ന് ആദ്യം മുണ്ടപ്പുറമ്പിൽ നിന്ന്
മലപ്പുറത്തേക്ക് ബസ് കയറും. മലപ്പുറത്ത് നിന്ന് സോണി ബസ്, സൂപ്പർ സോണിക് പറഞ്ഞൊരു ബസ് ഉണ്ടായിരുന്നു അന്ന്, പെരിയമ്പലം വരെ വരും പുളിക്കൽ. അതിലാണ് ഞങ്ങൾ കയറുക. കാരണം അപ്പോൾ പിന്നെ അത്ര തിരക്കുണ്ടാവില്ല. മറ്റേ ഫാസ്റ്റ് വണ്ടികളാവുമ്പോൾ കോഴിക്കോടൻ ബസ് ആകുമ്പം കുറേ ചീത്തയേക്കണം, അവിടെ നിന്ന് ഇങ്ങോളം നിൽക്കണം. ഇത് ഏകദേശം ഒരു കുറച്ച് ഏരിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീറ്റ് കിട്ടും ഇരിക്കാൻ. അന്ന് സൂപ്പർ സോണിക്ക് കയറിയ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞ് ഇരുന്ന മോളെ ബസ്സിലിങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ സീറ്റുണ്ടായിട്ട് ഞാൻ നിൽക്കുകയാണ്. നിൽക്കണതിൻ്റെ കാരണം എന്താ വെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും അറിയാം, നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മളെ ഡ്രസ്സിലോ എന്തേലും ബ്ലഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ കാണല്ലോ എന്നുള്ള ലജ്ജ നമ്മളെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എത്രയും ദിവസം എത്ര സീറ്റ് ഒഴിവുണ്ടായാലും ഇരിക്കൂല. ആ ദിവസം എനിക്ക് രണ്ടാമത്തെ ദിവസമാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഇരുന്നോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അന്ന് ഇതേ കളറ്, ഞാൻ ഈ കളർ ചുരിദാറിട്ടപ്പോൾ ഇതേ കളറൊരു ചുരിദാർ, കുറേ പ്രില്ലുള്ളൊരു ചുരിദാറായിരുന്നു. അങ്ങനെ കൊണ്ടോട്ടി വന്ന് ഞാൻ ബസ് ഇറങ്ങിയ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഓളോട് പറഞ്ഞൊന്ന് ബാക്കിലേക്ക് നോക്കുമോ ചോദിപ്പോൾ ഓളിനോട് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കൂളായിട്ട് ഇറങ്ങിപ്പോന്ന് ചില തുണികളുണ്ടല്ലോ നനയുമ്പോൾ അറിയൂല, ഉണങ്ങിക്കഴിഞ്ഞാൽ ആ പാടങ്ങനെ കാണും. അങ്ങനെ എൻ്റെ ഉപ്പാൻ്റെ പീടിയാണ് കാസിയാരകം പള്ളീൻ്റെ അടുത്തുള്ളത് ഒരു ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ എല്ലാ വൈകുന്നേരം വായിച്ചിൻ്റെ അടുത്ത് ചായ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഞാൻ വായിച്ചിൻ്റെ അടുത്ത് നിന്ന് ചായ കുടിക്കാൻ കയറി. അപ്പോൾ ആളുകൾ ഇങ്ങനെ ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ അത്യാവശ്യം ഒരു വായാടിയാണ്. ഇങ്ങനെ പല കടയാണ്, നമ്മൾ ഡെയിലി വരുന്നതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും നല്ല പരിചയമാണല്ലോ. അപ്പോൾ അവർ ഞാൻ കടലമിഠായും പിന്നെ ഈ പണ്ടത്തെ കേക്ക് ഉണ്ടല്ലോ, എന്താ നെയ് കേക്ക് പോലെ പാൻ കേക്കോ എന്തോ പറഞ്ഞത് കേക്ക് ഉണ്ട്, അതൊക്കെ എടുത്ത് ചായ കുടിച്ച് ഇതിങ്ങനെ കഴിച്ചിട്ടാണ് ഞാനിങ്ങനെ നടന്നു പോവുക. ഏകദേശം 2-2.25 കിലോമീറ്റർ നടക്കാണ്ട് പിന്നെ വീട്ടിലേക്ക്. അപ്പോൾ വായിച്ചിട്ട് ഇവിടുന്ന് ചായ കുടിച്ച് ഞാൻ തിരിഞ്ഞു പോരുമ്പോഴൊക്കെ വായിച്ച് കണ്ടിട്ടില്ലാവില്ലെന്ന് ഞാൻ വിചാരിക്കണേ. വേറെ ആർക്കും അങ്ങനെ ചിരിക്കുന്ന സമയത്തൊന്നും എനിക്കത് ഞാൻ തന്നെ മനസ്സിൽ നിന്ന് പോയി. അങ്ങനെ ഇത്രയും കിലോമീറ്റർ ഞാൻ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് റോഡ് ഇന്ന് വീട്ടിലേക്ക് തിരിയണ സമയത്ത് അംഗൻവാടിയിലെ ടീച്ചറുണ്ട്, പിന്നെ തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞമ്മേടത്തി ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കണേ. അപ്പം ഞാൻ വീട്ടിലേക്ക് തിരിയുമ്പോൾ ടീച്ചർ മോളേ എന്നുണ്ട് വിളിച്ചതെന്താ വെച്ചാൽ എൻ്റെ ഡ്രസ്സ് നിറച്ചും ബ്ലീഡ് ചെയ്തിട്ട് ഉണങ്ങിയിട്ടത് നന്നായിട്ട് കാണുന്നുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർ ഇത് കണ്ടില്ല. കാരണം നനഞ്ഞ സമയത്ത് പെട്ടെന്ന് തുണിയിൽ കാണുന്ന ഒരു ടൈപ്പ് തുണിയല്ലായിരുന്നു, അത് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ടത് കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇതിപ്പോഴും ഇപ്പം പിന്നെ നമുക്ക് എന്താ വെച്ചാൽ എന്താ പറയുക, കപ്പുണ്ട്, പാഡ് റീയൂസ് ചെയ്യാൻ അല്ല ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ട്. നമുക്കൊന്നും കൂടിയൊക്കെ സുഖമാണ് കുട്ടികൾക്ക്. അന്നത്തെ കാലഘട്ടത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അങ്ങനെ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞാൻ, അതായത് എല്ലാവരും കണ്ടല്ലോ. ഞാൻ ആലോചിക്കണത് പഠിച്ചോനെ അങ്ങാടി മുതൽ ഏകദേശം 2.25 കിലോമീറ്റർ ഞാൻ നടന്നു പോരുമ്പോൾ ഇത്രയും ദൂരമുള്ള ആളുകൾ, ആ ഏരിയയിലൊക്കെ എത്ര കടകളുണ്ട്, അതിന് 2 ഹോസ്പിറ്റലുണ്ട്, ഒരു ഓഫീസുണ്ട്, ചെറിയൊരു അങ്ങാടി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. വാവിട്ട് കരയുക, എന്തോ ആരോ ഉപദ്രവിച്ച മാതിരി കരയുക. അപ്പോൾ ടീച്ചറും പിന്നാലെ വന്ന്, കുഞ്ഞമ്മടുത്ത് പിന്നാലെ വന്ന്, സാരല്ല അറിയാതെ പറ്റിയതല്ലേ, അത് നമുക്കൊരു 16-17 വയസ്സൊക്കെ ആവണ സമയമല്ലേ, ആ സമയത്ത് നമുക്കൊരു ലജ്ജയും നമുക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊരു മോശമാണെന്നൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു കാലഘട്ടത്തിലാണ് അന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അന്നാണ് ഏറ്റവും കൂടുതൽ വിഷമം, ഒരു മെൻസസ് ആവണേൻ്റെ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ള എനിക്ക് ഏറ്റവും ലജ്ജ തോന്നിയൊരു ദിവസമായിരുന്നു അത് ഞാൻ ഒരു ഓർമ്മക്കുറിപ്പ് പോലെ പറഞ്ഞതാട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഏകദേശം 20 വയസ്സ് വരെ ഇതേ ഒരു കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 20 വയസ്സൊക്കെ ആയ സമയത്ത് എനിക്കൊരു ദിവസം നല്ല ബ്ലീഡിങ് വന്നു. അതിനോട് കൂടെ ഗ്യാസ് കയറി ആകെ പെയിൻഫുള്ളായി. ഏകദേശം 4-5 ദിവസം കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റൽ, പഴയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അന്ന് ഡോക്ടർ മാജി മുഹമ്മദാണ് അവിടെ, ഇപ്പോഴും ഉണ്ട് ഡോക്ടറാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അങ്ങനെ ഡോക്ടർ എനിക്ക് എന്താണ് പറ്റിയതെന്ന് ഡോക്ടർക്ക് മനസ്സിലാവണില്ല. എനിക്ക് മൂക്കിലൂടെ ഒക്കെ വയറിട്ട് പിന്നെ എന്താ പറയുക 2 കയ്യിലും ട്രിപ്പിട്ട് ഫുഡൊന്നും തരാതെ 4-5 ദിവസമായി ആകെ ഞാൻ ബുദ്ധിമുട്ടിലായി. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് പിന്നെ കോഴിക്കോട് മലബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. രാത്രി 12 മണിക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കണ്ടീഷൻ കുറച്ച് മോശമായി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, കല്യാണം കഴിച്ചിട്ടില്ല, ചെറിയ പ്രായമാണ്, 20 വയസ്സായിട്ടില്ല. ഡോക്ടർ പറഞ്ഞു ഒരുപക്ഷെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും.
ഇപ്പോൾ കല്യാണം കഴിക്കാത്തൊരു കുട്ടീൻ്റെ യൂട്രസൊക്കെ റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അല്ല, മാതാപിതാക്കൾക്കായാലും നമ്മൾക്കായാലും ഭയങ്കര വിഷമം തോന്നിയൊരവസ്ഥയായിരുന്നു. അങ്ങനെ എനിക്ക് അന്നാണ് യൂട്രസ് റിമൂവ് ചെയ്താലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊന്നും ഞാനൊന്നും ആലോചിക്കില്ല. എനിക്കിതെങ്കിലും ഈ അവസ്ഥ ഒന്ന് മാറിക്കിട്ടിയാൽ മതി, ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഡോക്ടർ ആ സമയത്ത് ഡോക്ടർക്ക് പെട്ടെന്നൊരു കോൺഫറൻസ് വരികയും ഒരു ലളിത ഡോക്ടർ എന്ന് പറയും, ഡോക്ടർ അങ്ങനെ എറണാകുളത്തേക്ക് പോയി. അപ്പോൾ തന്നെ 2 ദിവസം നമുക്ക് നോക്കാം, നോക്കിയിട്ട് കുറവില്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടർ പോയി പിറ്റേന്ന് വരുന്ന സമയത്ത് എനിക്ക് ബ്ലീഡിങ് ഒക്കെ കുറഞ്ഞ് പെയിനൊക്കെ കുറഞ്ഞ സമയം ഡോക്ടർ പറഞ്ഞു, പിന്നെ വീണ്ടും സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഒരു സിസ്റ്റിൻ്റെ ഉള്ളിൽ, അതായത് ചോക്ലേറ്റ് സിസ്റ്റ് ഉള്ളിൽ അത് റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരു ലാപ്രോസ്കോപ്പി സർജറി ചെയ്ത് ആ പിന്നെ സിസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് പിന്നെ എനിക്ക് നോർമലായിട്ട് ഒരു മെൻസസ് പീരിയഡ് ഉണ്ടായത്. ഒരു 3 ദിവസം 4 ദിവസം ഒരു 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ മാത്രമായി ചുരുങ്ങിയത്. അപ്പോൾ അങ്ങനെ ആ സർജറി കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ എനിക്ക് പിന്നീട് എനിക്ക് ഒരു 4 ദിവസം മുന്നേ, അതായത് പീരിയഡ് ആവണതിൻ്റെ ഒരു 4 ദിവസം മുന്നേ പെയിൻഫുള്ളാണ്, ഭക്ഷണമൊന്നും വേണ്ട, ഭയങ്കര പെയിനാണ്. ഇങ്ങനെ ഭയങ്കര പെയിൻ അനുഭവിച്ചിട്ടാണ് ആ സമയത്ത് ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അവസ്ഥക്കൊക്കെ മാറ്റം വന്നു ഈ സർജറി കഴിഞ്ഞതിന് ശേഷം. ഒരു ലാപ്രോസ്കോപ്പി സർജറി ആയിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ അതിൻ്റെ ശേഷം പിന്നെ കാരണം ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടായ പിന്നെ കുട്ടികളുണ്ടാവാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ ഇപ്പോഴൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതിനെൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികളൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഇതേപോലെ എൻ്റെ വയറിൻ്റെ ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ കുറേ ആയിട്ട് പെയിൻ ഉണ്ട്. പീരിയഡ് വരുന്നതിൻ്റെ കുറേ ദിവസം മുന്നേ എനിക്ക് ഇതേപോലെ ഛർദി വരും, വേദന വരും. പീരിയഡ് ആകുമ്പോൾ 2-3 ദിവസം ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. പക്ഷെ ഡേയ്സ് കുറേ കൂടുതലൊന്നുമില്ല, പക്ഷേ ആവണത് ഹെവി ബ്ലീഡിങ് ആയിരിക്കും. നമുക്കൊരു 15 ദിവസം ശരീരത്തിൽ നിന്ന് പോകാനുള്ള ബ്ലഡ് 2-3 ദിവസം, അത് ഒരു ദിവസം 8 പാഡ് വരെ മാറ്റേണ്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 8 പാഡൊക്കെ മാറ്റാറുമ്പോൾ രാത്രി നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. കാരണം ഒരു 1-2 മണിക്കൂർ ഉറങ്ങുമ്പോഴത്തേന് പാഡ് ഫില്ലാവും. നമ്മൾ അത് റിമൂവ് ചെയ്യണം, വേറെ മാറ്റണം. അങ്ങനെ നേരം വെളുക്കോളും ഒരു 3 ദിവസം തന്നെയാണ് പണി. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിനോടോ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ ഞാൻ അങ്ങനെ പറയും, നമ്മൾ ഏറ്റവും അടുപ്പുള്ളവരോടന്നെ പറയുക. അപ്പോൾ ഓളും എന്നോട് പറയും ഈ ഡോക്ടറെ കാണിക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക്, ഞാൻ പിന്നെ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. 2-3 ദിവസം ഒന്ന് ബ്ലീഡിങ് കഴിഞ്ഞാൽ പിന്നെ 6 ദിവസം കഴിഞ്ഞാൽ ഓക്കെ ആയി, പിന്നെ അപ്പോൾ അതിൻ്റെ കാണിക്കണേ. പക്ഷേ അത് പിന്നെ തുടർന്ന് ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വയറിൻ്റെ റൈറ്റ് സൈഡ് ഭയങ്കര പെയിന്. ഈ പീരിയഡ് ആവുന്ന സമയത്ത് ഒരു പ്രത്യേക ഏരിയ മാത്രം, ഒരു വയറിൻ്റെ റൈറ്റ് സൈഡ് മാത്രം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ബ്ലീഡ് ചെയ്യുമ്പം കുറച്ച് ക്ലോട്ടായിട്ട് പോകുന്ന ചില ആളുകൾക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. എനിക്കും അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. 2-3 ദിവസം നല്ല ക്ലോട്ടായിട്ടാണ് പോവുക. അത് നമ്മൾ ഈ പിന്നെ ഡെലിവറി പെയിൻ അനുഭവിക്കും പോലെ പെയിൻ അനുഭവിച്ചിട്ട് അത് പുറത്തേക്ക് വരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത്, ബ്ലീഡ് ചെയ്യണത്. അപ്പോൾ ആ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വയറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ബ്ലീഡ് ചെയ്യണത് നമുക്ക് ഫീൽ ചെയ്യാം. അതായത് ഈ ക്ലോട്ടിങ് പുറത്ത് പോണ സമയം പോലെ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോന്ന് ഇങ്ങനെ തുള്ളുന്നൊരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിത് ഇങ്ങനെ മനസ്സിലാക്കും എന്തുകൊണ്ടായിരിക്കും. പിന്നെ ആ സമയം കഴിഞ്ഞാൽ ആ വേദന അവിടെ കഴിയും. പിന്നെ ആ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായി. ഈ വരുന്ന സമയത്ത് പിന്നെ അതിൻ്റെ കൂടെ വൊമിറ്റിങ് തുടങ്ങി, നല്ല പെയിന് തുടങ്ങി. അത് നമുക്കൊരു ഡെലിവറി പെയിൻ പോലെ തന്നെ ആ ഒരു കുറച്ച് സമയം നമുക്ക് അസഹനീയമായ പെയിനാണ്. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തപ്പോഴും ജൂണിലാണ് നമ്മൾ സ്കാൻ ചെയ്യണമൊക്കെ തോന്നുന്നു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ഇതിങ്ങനെ എൻഡോമെട്രിയോസിസ് ആണ്, അപ്പോൾ ഇത് റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാനപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് മിംസ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എനിക്ക് സർജറി ചെയ്യണം. അതായത് ബാക്ക് പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ബാക്ക് പെയിൻ ആയതുകൊണ്ട് തന്നെ പിന്നെ ബാക്ക് പെയിൻ ആയാലും പൊറുക്കുക, 2 ഡിസ്ക് ബൾജ് ചെയ്താലുള്ള വേദന അറിയാമല്ലോ, നമുക്ക് സഹിക്കാൻ കഴിയില്ല. 2 കാലിലും നിൽക്കുന്നുണ്ട്, പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ബാക്ക് പെയിൻ സർജറി ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ഒരുപക്ഷെ ഈ ഒരു പ്രഷർ കൊണ്ടായിരിക്കാം ഇത്രയും ബാക്ക് പെയിൻ അനുഭവിക്കുന്നത്, നമ്മളിത് റിമൂവ് ചെയ്യാമെന്ന്. അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് പ്രയാസത്തിലായിരുന്നു.
പിന്നെ കൂടെ നിൽക്കാൻ ആളില്ല, മക്കളും 3 ചെറുത്. ഈ സമയത്ത് ഒരു സർജറി ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടത്ര റെസ്റ്റ് എടുക്കാൻ പറ്റൂല. ഏതൊരു സർജറി കഴിഞ്ഞാലും ഡോക്ടേഴ്സ് പറയുന്ന ആ പീരീഡ് നമ്മൾ റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും. അത് സിസേറിയൻ കഴിഞ്ഞാലും ഏത് ചെറിയ സർജറി ആയാലും വലിയ സർജറി ആയാലും കാലങ്ങളോളം നമ്മൾ ഒരിക്കലും റെസ്റ്റ് എടുക്കേണ്ട. പക്ഷെ ആ പീരീഡ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന പീരീഡ് നമ്മൾ നല്ല റെസ്റ്റ് എടുക്കണം. പ്രത്യേകിച്ചും ഹിസ്റ്ററക്ടമി അഥവാ ഗർഭപാത്രമൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം 1.5 മാസം അല്ലെങ്കിൽ 3 മാസം, ചിലർക്ക് 6 മാസമൊക്കെ ആ എങ്ങനെയാണോ ആ ഒരു സർജറീൻ്റെ കണ്ടീഷൻ പോലെ നമുക്ക് നമ്മളെ എന്താ പറയുക റെസ്റ്റിൻ്റെ പീരീഡും കൂടും. എനിക്കിപ്പോൾ ഏകദേശം 6 മാസമായിരുന്നു റെസ്റ്റ് പറഞ്ഞ്, ഇപ്പോൾ ഈ 14-ാം തീയതി വന്ന 6 മാസമാവും. പക്ഷേ ഞാൻ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി, ഭാരിച്ച ജോലിയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞ വെച്ചാൽ എനിക്ക് എൻഡോമെട്രിയോസിസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് വയറിൻ്റെ റൈറ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നത്. റൈറ്റ് സൈഡിൽ നമ്മളെ ഇവിടെ മസിലുണ്ടല്ലോ, വയറിൻ്റെ മസിൽ, ആ മസിൽ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ ഇവിടെ അങ്ങനെ ഇത്രയും ഏരിയായിരുന്നു, അത്ര ഏരിയ ഇങ്ങനെ പരന്ന് കിടക്കുകയായിരുന്നു. എൻ്റെ ഒരു അമീബയെ പോലെ രൂപമില്ലാത്ത, അമീബ അങ്ങനെയാണല്ലോ പല ഷേപ്പിലാണല്ലോ, അതേപോലെ ഒരു രൂപമില്ലാത്തൊരു രീതിയിലായിരുന്നു ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ആ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ ഗവൺമെൻറ് സർവീസിലെ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു വേണമെങ്കിൽ ഹെർണിയെ മാത്രം റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം കുറച്ച് കാലം കൂടെയൊക്കെ മരുന്ന് കഴിച്ചിട്ട്, കാരണം നമുക്ക് 45 വയസ്സായി, ഇനി ഒരു ഏറിയെന്ന ഒരു 5 വർഷമൊക്കെ മെൻസസ് പീരീഡ് ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ ചോക്ലേറ്റ് സിസ്റ്റിൻ്റെ പേടിയില്ലല്ലോ, അതുകൊണ്ട് ഗർഭപാത്രം നമ്മൾ റിമൂവ് ചെയ്യണ്ട. അപ്പോൾ എനിക്ക് മെൻസസ് നിൽക്കാനുള്ള ഗുളിക തന്നു. പക്ഷേ അതായത് കുറച്ച് കാലം നിർത്തി വെക്കാനുള്ളത്. പക്ഷേ 2 മാസമൊക്കെ 1 മാസം അതേ സമയം വരുമ്പോൾ പീരീഡ് വരിക, ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതിന് വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയി, നമ്മൾ ഇക്രയിൽ പോയി. ഇക്രയിൽ ഡോക്ടർ പറഞ്ഞു 2 പ്രാവശ്യമായിട്ട് ചെയ്യുക. ആദ്യം ഹെർണിയൊക്കെ ചെയ്യുക, പിന്നെ ഹെർണിയും ഉണ്ടായിരുന്നു കൂടെ, നമ്മൾ ഒന്നും കുറവൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഹെർണിയും ചെയ്യുക, ഈ വയറിൻ്റെ ഉള്ളിൽ സിസ്റ്റ് ഒഴിവാക്കുക, പിന്നീട് വേണമെങ്കിൽ സർജറി ചെയ്യാം, യൂട്രസ് ഒഴിവാക്കാമെന്ന്. അപ്പോൾ ഈ യൂട്രസിൽ അഡിനോമയോസിസ് എന്നാണ് പേര്, ഞാൻ മറന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ആ ചെറിയൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്നു. പിന്നെ എനിക്ക് പിറ്റത്തെ മാസം പീരിയഡായി, ഇതേപോലെ ഛർദിയും പെയിനൊക്കെ കൂടി. അങ്ങനെ ആ സമയത്ത് നമ്മൾ വീണ്ടും മിംസിലേക്ക് പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം. പിന്നെ നമ്മൾക്ക് ഈ ഇൻഷുറൻസ് കാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തു വെക്കണം, പ്രൈവറ്റ് ഇൻഷുറൻസ് എങ്കിലും എടുത്ത് വെക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് രോഗം വരിക, എപ്പോഴാണ് നമുക്കൊരു സർജറി ആവശ്യം വരിക എന്ന് നമ്മളിതൊന്നും ആലോചിക്കൂല. മരിക്കണമെങ്കിലും ഇൻഷുറൻസൊക്കെ വേണമെന്നൊക്കെ ചിലരൊക്കെ ചോദിക്കും നമ്മളോട്. പക്ഷെ ഞാനതിൽ ഖേദിക്കുന്നു, കാരണം നമ്മളടുത്ത് ഒരൊറ്റ പൈസ ഇല്ലായിരുന്നു. നമ്മൾ ഉള്ളതെല്ലാം എല്ലാ സമ്പാദ്യം പെറുക്കി കൂട്ടിയിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അത് നമുക്ക് ഏകദേശം 2,70,000 സർജറിക്ക് മാത്രമായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതിന് മുന്നുള്ള എക്സ്പെൻസ് 30,000 ശേഷമുള്ള എക്സ്പെൻസ് 30,000. അപ്പോൾ നമ്മളെ കയ്യിലൊരു 2,70,000 സർജറി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കയ്യിൽ അഡീഷണൽ ആയിട്ട് 1,00,000 രൂപ കൂടിയൊക്കെ വേണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വേറെ ഹോസ്പിറ്റലിലും ചെന്നപ്പോൾ ഒന്നിച്ച് ഈ സർജറി ചെയ്യൂല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മിംസിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവിടുന്ന് ഇന്നേക്കാളും മുന്നേ ഒരു സർജറി അങ്ങനെ ചെയ്തൊരു കുട്ടി ഉണ്ടായിരുന്നു, യാദൃശ്യമായിട്ട് അവരെ പരിചയപ്പെട്ടു. അപ്പോൾ അവരെ പൊക്കിൾ മൊത്തത്തിൽ എടുത്ത് ഒഴിവാക്കിയിട്ട് മിംസിൽ നിന്ന് ആർട്ടിഫിഷ്യലായിട്ട് അവർക്ക് പൊക്കിൾ വെച്ച് കൊടുത്തേക്കാണ് ചെയ്തത്. കാരണം അവരെ പൊക്കിളിൻ്റെ ഉള്ളിൽ മൊത്തം ചോക്ലേറ്റ് സിസ്റ്റ് ആയിരുന്നു. ആ പൊക്കിൾ തന്നെ പരിപൂർണ്ണമായിട്ട് അവർക്ക് പൊക്കിൾ തരുന്ന സംവിധാനമില്ല, കാരണം 3 മക്കളായി, ഇനി അവർ പ്രസവിക്കില്ല. അപ്പം ആ പൊക്കിളും റിമൂവ് ചെയ്തിട്ട് പകരം ശരീരത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു പൊക്കിൾ വെച്ച് കൊടുത്തേക്കാണ് മിംസിൽ നിന്ന് ചെയ്തത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാനും ഒരു 10-16 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്, 16 വർഷമായിട്ട് ഞാൻ ഇതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, എൻ്റെ എൻഡോമെട്രിയോസിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, എനിക്ക് ആ പെയിന് തുടർന്നുകൊണ്ടേ ഇരിക്കണം, നിങ്ങൾ ഇനി ഒരു അബദ്ധം ചെയ്യണ്ട, ഇനി വേദന സഹിച്ച് ജീവിക്കേണ്ട. അങ്ങനെയാണ് നമ്മളൊരു തീരുമാനത്തിലെത്തി നമ്മൾ സർജറി ചെയ്യാൻ തീരുമാനിക്കുന്നത്, സർജറി ചെയ്തത്. ഇനി ഗർഭപാത്രം എടുത്തു കഴിഞ്ഞാലുള്ളൊരവസ്ഥ എന്ന് പറയുമ്പോൾ, ഗർഭപാത്രം എടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരും കേൾക്കും നമുക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, സ്വാഭാവികമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ മനോധൈര്യമാണ് കേട്ടോ ഏറ്റവും നമുക്ക് ആദ്യം വേണ്ടത്. ഞാനതാണ് മനസ്സിലാക്കി, നമ്മളെ മനോധൈര്യം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മളെ എനർജി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, നമ്മളെ ഹാപ്പിനെസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാനും ഈ സർജറി ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര, നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വലിയ സർജറീനെ അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് ഈ വയറിൻ്റെ വലത് സൈഡിലെ മസിലൊക്കെ റിമൂവ് ചെയ്ത് അവിടെ മെഷ് വെച്ചേക്കാണ്, നെറ്റ് വെച്ചേക്കാണ്, ഹെർണിയ റിമൂവ് ചെയ്ത് അവിടെ നെറ്റ് വെച്ചേക്കാണ്, യൂട്രസ് ഓവറി റിമൂവ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും യൂട്രസ് റിമൂവ് ചെയ്തുമ്പോൾ നമുക്ക് ഓവറി കൂടെ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര തന്നെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കില്ല. പക്ഷേ നമുക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഓവർ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മളെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മളെ ഈ ഓവറിയിൽ നിന്നാണ്, ഈ അണ്ടാശയത്തിൽ നിന്നാണ്. അപ്പോൾ ഈ അണ്ടാശയം റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. നമ്മളെ മൂഡ് സ്വിങ്സ് മാറാൻ, ചിലർക്ക് തലവേദന ഉണ്ടാവും, ചിലർക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, ഒരു ഹാപ്പിനെസ് അവർക്ക് ഉണ്ടാവില്ല, ചിലർക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റില്ല, ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നവരുണ്ടാവും. എന്നോട് കൂട്ടുകാർ ഷെയർ ചെയ്തു, ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഉറങ്ങണില്ല, ഞാൻ ഉറക്കത്തിൽ പേടിച്ച് നെട്ടി വിറച്ച് ഉണരുകയാണ്. അത് നമ്മൾ സൈക്കോളജിക്കലിയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് യൂട്രസ് ഇല്ല, എൻ്റെ ശരീരത്തിൽ നിന്നൊരു യൂട്രസ് പോയല്ലോ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് അവയവം മുറിച്ച് മാറ്റിയല്ലോ, ഞാനിനി ഒരു നമ്മുടെ സ്ത്രീത്വം നശിക്കും എന്ന് പറയും ചിലവർ. അപ്പം അത് ഇല്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ബേജാറ് നമ്മൾ ഉള്ളിലുണ്ടാവും. പിന്നെ അവർക്ക് എന്തോ പെട്ടെന്ന് ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പുണ്ണായിരുന്നു ഗർഭപാത്രത്തിലെന്ന് പറഞ്ഞിട്ടാണ് അവരെ യൂട്രസ് റിമൂവ് ചെയ്ത്. അതുകൊണ്ട് തന്നെ അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേറെ 1-2 ഡോക്ടറും കൂടെ കാണിച്ചു നോക്കായിരുന്നു. അത്ര ഇനിയിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളാദ്യം ചെയ്യുന്നതിന് മുന്നേ 1-2 ഡോക്ടർമാരെ കൺസൾട്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റില്ല, ഒരു അഭിപ്രായം നമുക്ക് തേടാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് കുറേ വ്യത്യാസങ്ങൾ. പിന്നെ നമ്മളെ എല്ല് തേയ്മാനം ഉണ്ടാവും, അതൊരു വാസ്തവമാണ് കേട്ടോ. നമ്മളെ സന്ധികൾക്കൊക്കെ ഒരു പിടുത്തുണ്ടാവും, അതുപോലെ നമ്മളെ പിന്നെ സന്ധികൾക്ക് വേദന ഉണ്ടാവും, കാൽമുട്ടിനൊക്കെ എനിക്ക് കാൽമുട്ടിന് നല്ല വേദന ഉണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു, ഡോക്ടർ കാൽസ്യം സപ്ലിമെൻറ്റ് കഴിച്ചു, പിന്നെ വൈറ്റമിൻ ഡിൻ്റെ ഉൽപ്പാദനക്കുറവുണ്ടാവും, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഒരു ഡോക്ടർ നിർദ്ദേശമില്ലാതെ ഒരു യൂട്യൂബിൽ നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ ചികിത്സിക്കാതെ, യൂട്യൂബും വാട്സപ്പൊന്നും നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ ചികിത്സ തേടരുത്. നമ്മൾ ഏത് ഡോക്ടർ, ഹോമിയോ ആയാലും അലോപ്പതി ആയാലും ആയുർവേദിക് ആയാലും ഒരു ഡോക്ടറെ നിർദ്ദേശാനുസരണം മാത്രമേ നമ്മൾ മരുന്ന് കഴിക്കാവൂ. മരുന്നുകൾ മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഡയറ്റിൽ എന്താ വെച്ചാൽ നമ്മൾ നല്ല വെയിറ്റ് കൂടും, നമ്മൾ അധികം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വെയിറ്റ് കൂടും. നമുക്ക് മാക്സിമം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു സാധാരണക്കാരെന്നാകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുന്ന സമയത്ത് ഭയങ്കര ഹെവി എക്സ്പെൻസീവായിട്ടുള്ള റിച്ച് ഫുഡുകളാണ് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ അധികം കാണുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് അമേരിക്കൻസൊക്കെ ഉപയോഗിക്കണ ആ ഫ്രൂട്ട്സ്, ആ ഡ്രൈ ഫ്രൂട്ട് നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് അത്ര തന്നെ അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഉള്ളതുകൊണ്ട് രണ്ടറ്റം മുട്ടിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരാൾക്ക് മാത്രം ഒരു മാസം 5000 റുപ്യേൻ്റെ ഫുഡൊന്നും വാങ്ങി കഴിക്കാനേ നമുക്ക് കഴിയില്ല. അപ്പം നമ്മളുള്ളതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം മാക്സിമം ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ഞാൻ ചെയ്തിച്ച ചോറിൻ്റെ അളവ് കുറച്ചിട്ട് വെജിറ്റബിൾസ് കൂട്ടി. വെജിറ്റബിൾസിൻ്റെ അളവ് വയറ് നിറയൂല, സത്യമായിട്ട് വയറ് നിറയൂല. നമുക്ക് ഈ ചോറിന്ന് വയറ് നിറഞ്ഞ ശീലം നമുക്കൊന്നും സ്വാഭാവികമായിട്ടും ഈ പച്ചക്കറി ഒന്നും കൂട്ടുന്ന സമയത്ത് അത്ര വയറ് നിറയൂല. ചോറിൻ്റെ അളവ് കുറച്ചിട്ട് പച്ചക്കറികൾ കൂട്ടി കൂടുതൽ കഴിക്കുക. പിന്നെ ഞാൻ ഓൾറെഡി ഞാനും മക്കളും നന്നായിട്ട് തൈരും മോരൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ കാൽസ്യം റിലേറ്റഡ് ഫുഡ് എന്ന് പറയുമ്പോൾ പാലുൽപ്പന്നങ്ങൾ, തൈര്, മോര്, അതുപോലെ എണ്ണ, നെയ്യ്, പിന്നെ ചീസ്, നമുക്ക് എന്താണോ അവൈലബിൾ അത് നമ്മൾ ഡെയിലി ഒരു കപ്പ് തൈര് അല്ലെങ്കിൽ ഒരു കപ്പ് മോര് ഡെയിലി കഴിക്കുക. ഒരു ഗ്ലാസ് നമ്മൾ പറ്റണ ഒരു ദിവസം നമ്മളെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക. ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ മോര് കഴിക്കുന്ന ദിവസം പാല് കഴിക്കൂല. മോര് കൊണ്ടുവരുമ്പോൾ 2-3 ദിവസം മോര് കഴിക്കും. അപ്പോൾ മോരിങ്ങനെ നമുക്ക് എന്നും കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നുകയാണെങ്കിൽ പിന്നെ പാല് കൊണ്ടുവരും. അപ്പോൾ 2 ദിവസം പാല് കുടിക്കും. പിന്നെ തൈര് ചേർത്തിട്ടുള്ള കറികൾ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും കഴിക്കാം, മക്കൾക്കും കഴിക്കാം. തൈര് ചേർത്തിട്ടുള്ള കുമ്പളം തൈര് ഒഴിച്ച് വെക്കുക, അങ്ങനെയുള്ള തൈര് കറിയൊക്കെ ഉണ്ട്, മോര് കറി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ അതാത് സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ്, ഞാനും എന്താ പറയുക ചില കാരണങ്ങളാലൊന്നും ചിലപ്പോൾ കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് അതാത് സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ്, ഓറഞ്ച് കളറുള്ളത് ക്യാരറ്റ് നമ്മളെ ഭക്ഷണത്തിൽ നിത്യം ഉൾപ്പെടുത്തുക. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് കൂടുതൽ കഴിക്കുക, പച്ചക്ക് ക്യാരറ്റ് ഒന്നുകൂടി വേവിച്ച് കഴിക്കണം ബെറ്റർ എന്നൊക്കെ പറഞ്ഞു കേൾക്കുക. പച്ചക്ക് കഴിക്കുക, ഇനി ക്യാരറ്റ് സലാഡായിട്ട് കഴിക്കുക. ആഴ്ച നമുക്ക് എല്ലാ ദിവസവും സലാഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ച 2-3 ദിവസം സലാഡ് കഴിക്കുക. പിന്നെ രാത്രി നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ചപ്പാത്തിയിലേക്ക് സലാഡ് എടുക്കുക, 2 ചപ്പാത്തി കഴിക്കുക, ബാക്കി സലാഡ് കഴിക്കുക.
പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്ലാക്സ് സീഡ്സ് ഉണ്ടല്ലോ, അത് ഫ്ലാക്സ് സീഡ്സ് നമ്മൾ ഡെയിലി ഇങ്ങനെ ഇതൊക്കെ കഴിച്ചാൽ നല്ലതാണ് വിചാരിച്ച് കുറേ വാരി കഴിക്കരുത്. കുറേ ഫ്ലാക്സ് സീഡ്സ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിളക്കൊക്കെ ഉണ്ടാവും നമുക്ക്. അതുകൊണ്ട് നമ്മളൊരു 1.5 ടീസ്പൂണൊക്കെ ഫ്ലാക്സ് സീഡ് കഴിക്കുക. അത് ഡെയിലി കഴിക്കണമെന്നില്ല. ഇന്ന് ഫ്ലാക്സ് സീഡ് കഴിക്കുകയാണെങ്കിൽ നാളെ എള്ള് കഴിക്കുക. പിന്നെ കറുത്ത എള്ളുണ്ടല്ലോ, എള്ള് കഴിക്കണത് നല്ലതാണ്. അപ്പോൾ നമ്മളിത് എല്ലാ ദിവസവും കഴിക്കണം എന്നല്ല. ഇന്ന് ഡെയിലി ഒരു കോഴിമുട്ട ഒരു പാലും കഴിക്കുകയാണ് പറ്റണേ, അങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കുക. അത് ഒന്നരാടം കഴിക്കണമെങ്കിൽ കഴിക്കുക. ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു കോഴിമുട്ട കഴിക്കാറുണ്ട്. എല്ലാ ദിവസവും കഴിക്കാറില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു കോഴിമുട്ട കഴിക്കും. പിന്നെ കോഴിമുട്ട കൊണ്ട് കറി വെക്കണ ദിവസം സ്പെഷ്യലായിട്ട് കോഴിമുട്ട കഴിക്കൂല. ആ കറി വെക്കണ ദിവസം അതുണ്ടാവും. അല്ല നമ്മളെ അടുക്കള മാനേജ് ചെയ്യേണ്ടത് നമുക്കാണല്ലോ അറിയാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളതൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ പച്ചക്കറി അതുപോലെ തന്നെ പച്ചക്കറി കറി വെക്കണ ദിവസം പിന്നെ ചെറുമത്സ്യങ്ങൾ നമുക്ക് കാൽസ്യം കിട്ടാൻ പറ്റിയ മത്തി, അയല, വറ്റൽ പോലുള്ള മീനുകളൊക്കെ കഴിക്കുക. പിന്നെ റെഡ് മീറ്റൊക്കെ കുറയ്ക്കുക, ഏറ്റവും നന്നായിരിക്കുക. പിന്നെ എന്താ കഴിക്കാൻ പറ്റുള്ളൂ? എള്ള് കഴിക്കാൻ പറഞ്ഞു. പിന്നെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, കറുത്ത മുന്തിരി വാങ്ങിയിട്ട് രാത്രി വെള്ളത്തിലിട്ടിട്ട് നമുക്ക് രാവിലെ നല്ല മുന്തിരി നല്ലോണം കഴുകണം കേട്ടോ. മുന്തിരി നല്ലോണം കഴുകണം. അതിലൊരു കേട് വരാതിരിക്കാനൊക്കെ പൊടി എന്തൊക്കെ ചേർക്കുന്നുണ്ടാവാം, എന്താ അറിയില്ല, കുറേ കാലം സൂക്ഷിച്ച് വെച്ചിട്ടോ അറിയില്ല. അത് വാങ്ങുന്ന സമയത്തിൽ മേലിലൊരു വെളുത്ത പൊടി പോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതെന്ത് ചെയ്യാം? അത് വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി വെള്ളത്തിലിടിച്ച് ആ വെള്ളത്തോടു കൂടെ നമ്മൾ കഴിക്കുക. അത് എന്നും കഴിക്കേണ്ട. ഇന്ന് മുന്തിരി കഴിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ എള്ള് കഴിക്കുക, മറ്റന്നാൾ ഫ്ലാക്സ് സീഡ് കഴിക്കുക. ഇന്ന് മോര് കൂട്ടുണ്ടെങ്കിൽ നാളെ പാലും കോഴിമുട്ടയും കഴിക്കുക. അപ്പം നമ്മളെ എക്സ്പെൻസ് ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്കും നമ്മൾ ഈ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ല, അരിൻ്റെ ഭക്ഷണം കുറയ്ക്കുക, രാവിലെയുള്ള ചായക്കനത്തിൻ്റെ അളവ് കുറയ്ക്കുക. ഞാൻ വയറ് നിറച്ച് നമുക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പം പിന്നെ നമ്മൾ പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ എനിക്കൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, എനിക്ക് കാണിച്ചു തരാൻ പറ്റിയൊരു സ്ഥലത്തല്ല, മുഖത്തൊന്നുമല്ല, കയ്യിൻ്റെ ഇവിടെ, ഈ 2 കയ്യിൻ്റെ ഇവിടെ, 2 കാലിൻ്റെ പിന്നെ മസിലുണ്ടല്ലോ, മസിലൊക്കെ വല്ലാതെ ഡ്രൈ ആയിപ്പോയിട്ട് ചൊറിഞ്ഞ് പൊട്ടുക. അപ്പോൾ ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഡോക്ടർ ഓയിൻമെൻ്റൊക്കെ തന്ന് കുറേ മാറ്റമുണ്ട്. അത് നമ്മുടെ ശരീരം വല്ലാതെ ഡ്രൈ ആയിപ്പോവും. ഈ നമ്മൾ ഹോർമോൺസിൻ്റെ ഉൽപ്പാദനമൊക്കെ നിൽക്കുന്ന സമയത്ത് ശരീരം വല്ലാതെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് എണ്ണ തേച്ചൊക്കെ ഒന്ന് കുളിക്കുക, പിന്നെ നല്ല വെള്ളം കുടിക്കുക. പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ സെക്സിനോട് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് അതൊരു പരിധി വരെയൊക്കെ ശരിയാണ്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഇല്ല, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. 4 മാസം എന്നോട് പറഞ്ഞിരുന്നത് എനിക്ക് വലിയൊരു മേജർ സർജറി ആയതുകൊണ്ട് തന്നെ 4 മാസം കഴിഞ്ഞിട്ടാണ് സെക്ഷൽ റിലേഷൻഷിപ്പിന് പറ്റുള്ളൂ എന്നാണ്. സാധാരണ ആളുകളോട് 3 മാസം കഴിഞ്ഞിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വയറിൻ്റെ സർജറി കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിഞ്ഞോട്ടെ എന്ന്. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് സെക്സൽ റിലേഷൻഷിപ്പ് ഉണ്ടായാൽ പറ്റുള്ളൂ, മേജർ സർജറി ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മളതിൻ്റെ വയറിൻ്റെ സർജറി ചെയ്ത് വേറെ ഡോക്ടറാണ്, രണ്ടും ഒരേ സമയത്ത് തന്നെയാണ്, വേറെ ഡോക്ടറാണ്. അപ്പോൾ സർജൻ പറഞ്ഞു 6 മാസം കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പിലായാൽ മതി. കാരണം ചിലപ്പം ആ ഒരു പ്രഷർ നമുക്ക് ഫുള്ള് നെറ്റ് വെച്ചതാണല്ലോ, നമ്മൾ വയറിലൊക്കെ നെറ്റ് വെച്ചതാണല്ലോ, അതിന് എന്തെങ്കിലും ഡാമേജ് കുടുങ്ങി പോകുമോ എന്നുള്ളത് കരുതിയിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതത്തിലേക്ക് ഞാൻ പോവാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് എൻ്റെ അനുഭവം എനിക്ക് പറയാനില്ല. പക്ഷേ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം റിലേഷൻഷിപ്പിലായ സമയത്ത് ബ്ലീഡ് ചെയ്തു. അപ്പോൾ അവർക്ക് വല്ലാതെ പേടിയായി. എനിക്കും ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്ത സമയത്ത്. അപ്പോൾ ഞങ്ങൾ CT സ്കാനൊക്കെ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഒരു ഉള്ളിൽ സ്റ്റിച്ച് എന്തെങ്കിലും പൊട്ടിയതാണോ എന്ന് അറിയില്ലല്ലോ. നമ്മളൊരു 10-15,000 റുപ്യ കൊണ്ടുപോയി അന്നും കൊണ്ടുപോയി കളഞ്ഞു. പക്ഷേ CT സ്കാൻ ചെയ്തു, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. പക്ഷേ എൻ്റെ മുറിവുകൾക്കൊന്നും ഡാമേജ് ഉണ്ടായിരുന്നില്ല. അത് തന്നെ സന്തോഷം. പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മൾ വലിയ സർജറി കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ എവിടെയെങ്കിലും ഇച്ചിരി ബ്ലഡൊക്കെ ക്ലോട്ടായി കിടക്കുന്നുണ്ടാവും. നമ്മളെ ശരീരം അനങ്ങുന്ന സമയത്ത്, റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് അത് പുറത്തേക്ക് വരുന്നതാവാം. അപ്പോൾ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അവൾ പോയി ഡോക്ടറെ കാണിച്ച സമയത്ത് അവരോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ പിന്നെ ശരീരത്തിന് നല്ല പുകച്ചിലുണ്ടാവും കേട്ടോ. പക്ഷേ എനിക്ക് ഒരാഴ്ച ഒക്കെ ഉണ്ടായിരുന്നു. 2ാമത്തെ പ്രാവശ്യം ഡോക്ടറെ ഒന്ന് കണ്ട സമയത്ത് ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. പക്ഷെ മരുന്ന് കുറച്ച് എക്സ്പെൻസീവാണ്, ഗുളിക കേട്ടോ, നമുക്ക് ശരീരം ചൂടൊന്നും അറിയാതിരിക്കാൻ. പിന്നെ അത് ഓരോ ഡിപ്പെൻഡാണ് കേട്ടോ, ഓരോ ശരീരത്തെ ആശ്രയിച്ചാണ്. എനിക്ക് അത്രമാത്രം ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പം ഇല്ല. നോർമലി എനിക്ക് ചൂട് അത്ര ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ അതികഠിനമായ വെയിലത്തും ജോലി ചെയ്തിരുന്നു, ടെറസിൽ കൃഷി ചെയ്ത സമയത്തൊക്കെ. പക്ഷെ ഇപ്പം എനിക്ക് ചെറിയ വെയിൽ പോലും കൊള്ളാൻ കഴിയില്ല. വെയിൽ തട്ടുമ്പോഴത്തേന് വല്ലാത്ത ക്ഷീണം വരും.
ക്ഷീണം, നമ്മൾക്ക് എന്തോ വലിയ ജോലി എടുത്തൊരു ക്ഷീണമാണ് വരുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ആദ്യത്തെ പോലെ കുറേ സമയം നിന്ന് ജോലി ചെയ്യാൻ കഴിയില്ല. അപ്പോൾക്ക് വല്ലാത്തൊരു തളർച്ച ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ കുറേശ്ശെ ഭാരിച്ച പണികൾ ഒന്നിച്ചെടുക്കാറില്ല. അപ്പോൾ മരുന്ന് കഴിക്കണേക്കാളും ഡോക്ടറെ കാണിക്കണേക്കാളും എത്രയും ബെറ്റർ ആരെങ്കിലും വിളിച്ചാൽ പണി ചെയ്യിച്ചാൽ കൂലി കൊടുത്താലും നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന പൈസ അവർക്ക് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് മരുന്നിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗർഭപാത്രം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറുടെ വീഡിയോ ഒക്കെ കാണുക. ഒരിക്കലും ഈ വീഡിയോ കണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കുക, പച്ചക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക, ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക, ഡ്രൈ ഫ്രൂട്ട് കഴിക്കുക, കോഴിമുട്ട ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും കഴിക്കാം, പാലുൽപ്പന്നങ്ങൾ ദിവസം ഉൾപ്പെടുത്തുക. ഇന്ന് പാലാണെങ്കിൽ നാളെ മോര്, മറ്റന്നാൾ തൈര്, അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ നെയ്യോ ചീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ ചെറുമീനുകൾ നന്നായിട്ട് കഴിക്കുക, കാർബോഹൈഡ്രേറ്റുള്ള ഫുഡ് തീരെ കഴിക്കാതിരിക്കുക. പിന്നെ നമുക്ക് ചിലർക്ക് തൈറോയ്ഡ് ഉണ്ടാവുക. എനിക്ക് ഓൾറെഡി തൈറോയ്ഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് കുറയുന്നില്ല, വെയിറ്റ് കൂടുന്ന തൈറോയ്ഡാണ്. ഞാൻ അധികം ചോറൊന്നും കഴിക്കില്ല. എപ്പോഴെങ്കിലും പിന്നെ ഹെവി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാറില്ല വീട്ടിൽ. എപ്പോഴും മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കലാണ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഗർഭപാത്രം എടുത്തു കഴിഞ്ഞാൽ ഉള്ള പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തേടാം. നമ്മളെ ഗൈനക്കോളജി ചെന്ന് കാണിച്ചിട്ട് നമ്മൾ പറയുകയാണ് ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടറിന് ഒരു പക്ഷേ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തേടാൻ നമ്മളോട് ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തേടാം. നമ്മൾ ഗർഭപാത്രം ശരീരത്തിൽ നിന്ന് പോയിണിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു ബുദ്ധിമുട്ട്, ഒരു ഫീലൊന്നും നമ്മൾ ആ ഒരു ഫീല് മനസ്സിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ള. പിന്നെ ഞാനും അനുഭവിച്ചിരുന്നു ഈ ഡിപ്രഷൻ കേട്ടോ. അതായത് എനിക്കൊന്നും ഇനി പറ്റൂലേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ലേ, നമ്മളൊരു ഭാര്യമാരെന്ന നിലയ്ക്ക് നമ്മൾ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതൊരു നമ്മളൊരു ഉത്തരവാദിത്തമാണല്ലോ. അതൊരു സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമാണല്ലോ. അതെന്നെ കൊണ്ട് സാധിക്കൂലേ എന്നൊക്കെ ആലോചിച്ചിട്ട് എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം ഉണ്ടാവില്ലേ, ഞങ്ങൾ തമ്മിലുള്ള ഇൻ്റർകോഴ്സ് കുറയുന്ന സമയത്ത് ഞങ്ങൾക്കിടയിൽ പിന്നെ ഒരകലുണ്ടാവുമോ. എൻ്റെ ഭർത്താവിനെ ഏറ്റവും വളരെ മനോഹരമായിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം വാരി തന്നതും, എൻ്റെ ഉമ്മാക്ക് സുഖമില്ലാത്ത സമയത്ത് എന്നെ കുളിപ്പിച്ച് തന്നതും, എന്നെ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ആ സ്നേഹം അതെന്നും അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പോൾ ഞങ്ങൾക്കിടയിലുള്ള ആ സ്നേഹബന്ധത്തിന് ഒലച്ചിൽ തട്ടുമോ എന്നുള്ളൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് ചാനലൊക്കെ നിർത്തി വെക്കേണ്ടി വരുമോ പഠിച്ചവനെ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയായി ഞാൻ ആകെ വിഷമത്തിലായി. ആ സമയത്ത് ഞാൻ ചെയ്തത്, ഒരുപാട് ആളുകൾ നമ്മളോട് എന്തായാലേ ഇത്രയും വലിയ സർജറിയൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ ജീവിതത്തിലേക്ക് ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് ഇപ്പോൾ പണിയൊക്കെ എടുക്കാൻ പറ്റുമോ, മക്കളെ ഇനി നോക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഡൗൺ ആയിപ്പോയി. ആ സമയത്ത് ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ, ഞാൻ പുതിയൊരു കോഴ്സ് അങ്ങോട്ട് പഠിച്ചു. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഇനോൺ എന്ന് പറഞ്ഞൊരു കമ്പനി എൻ്റെ കീഴിൽ അഫ്ലെ മുഹമ്മദ് ബിൻ എന്ന് പറഞ്ഞൊരു സാർ നടത്തുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അതായത് മോട്ടിവേഷൻ സ്പീക്കർ ആവുക, ട്രെയിനർ ആവുക, അങ്ങനെയുള്ള ഒരു കോഴ്സായിരുന്നു. ഒരു ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നൊരു കോഴ്സായിരുന്നു. ആ 2 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ അപ്പാടെ മറന്നു, ജീവിതത്തിനെ പോസിറ്റീവായി കാണാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി കൂടെ പഠിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ, നമ്മളെപ്പോലെ മനസ്സ് തളരുന്ന ആളുകൾക്ക് താങ്ങാവണം, തണലാവണം, അവരെ കൂടെ ചേർന്ന് നിൽക്കണം, അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. ഇപ്പോൾ എൻ്റെ അനുഭവങ്ങളും ഞാൻ വന്ന വഴികളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഒരുപാട് വേദനകളിലൂടെ ഞാൻ കടന്നു പോകുന്നു. പക്ഷേ ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഒരുപാട് സങ്കടങ്ങളൊക്കെ ബാക്കിലുണ്ടെങ്കിലും നിലവിൽ അൽഹംദുലില്ലാ ഞാൻ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്നുള്ള സന്തോഷങ്ങളൊക്കെ മാക്സിമം സന്തോഷമായിട്ട് തന്നെ അനുഭവിക്കാനാണ് ഞാൻ ഇപ്പോൾ കരുതാറുള്ളത്. പാസ്റ്റിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല, വരാനുള്ളതിനെക്കുറിച്ച് ഞാൻ ആകുലതപ്പെടാറുമില്ല. തവക്കൽ തലുള്ള എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പറഞ്ഞതിലൊക്കെ കുറച്ച് എന്തോ എനിക്കറിഞ്ഞൂടാ, ആരെങ്കിലും ഇതിനെടുത്ത് ട്രോളോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം. ആദ്യമായിട്ടും ചാനൽ കാണുമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും
ഒന്നും മറക്കരുത്. ബൈ.